ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾക്ക് ചീസ് ബോൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഫസ്റ്റായിട്ട് ഞാൻ എടുത്തത് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പൂങ്ങിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചതച്ചത്, പിന്നെ മസാലപ്പൊടിയും മുളക് പൊടി, കോളിഫ്ലവർ പൗഡറും അതും കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് പറഞ്ഞാൽ മൈദപ്പൊടി എടുക്കാം. മൈദപ്പൊടി എൻ്റെ കണ്ണിൽ ഫുള്ളായിട്ടുണ്ട് ഗൈസ്. നേരത്തെ നമുക്ക് ചെറിയൊരു പ്ലേറ്റ് ഇട്ട് സ്പൂൺ എടുക്കാം. അപ്പോൾ ഗൈസ്, സ്പൂൺ നമുക്ക് മൈദപ്പൊടി നമുക്ക് 2 സ്പൂൺ മൈദപ്പൊടിയാണ് നമുക്ക് ആവശ്യം. 2 സ്പൂൺ മൈദപ്പൊടി. മുകളിൽ ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് അല്ല, ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ്. അതിലേക്ക് നമുക്ക് അതെല്ലാം ഇട്ടെടുക്കാം. എഗ്ഗ് എടുക്കാൻ പറ്റിയ കുറച്ച് സമയം ബ്ലോക്ക് ആയിപ്പോയി. നമ്മൾ പ്ലേറ്റ് നമ്മൾ കഴുകിയിട്ടുണ്ട്. കണ്ണ് എത്തുന്നത് ഒന്നുകൂടി നമുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ. ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ മറന്നുപോയി. ഇതാ നമ്മൾ 2 സ്പൂൺ മൈദ. നമ്മളിതാ 2 സ്പൂൺ മൈദ ഫുൾ മൈദയാണ്. നമുക്ക് 2 ടൈമിന് ആദ്യം ഒരു മുട്ടയാണ് ഗൈസ് ഇടുന്നത്. ഫ്ലോപ്പായിരുന്നു. എക്സ്ട്രാ ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് മറ്റേ കോംപ്ലക്സ് സ്പൂണിനൊക്കെ മിക്സ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് 2 ഗൈസ് എക്സ്പ്രഷൻ കണ്ട് മനസ്സിലാവും. ഭയങ്കര വിയേർഡായി എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഗൈസ് ഞാൻ ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് അടിച്ചിട്ടുണ്ട്. വലിയ സ്പൂണാണെങ്കിൽ 1/4 സ്പൂൺ മതി. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ സ്പൂൺ ഇടാം. പിന്നെ ഞാൻ ഒരു ഫുൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഗൈസ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് മുട്ട, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഉള്ളത് ഒരു 1/4 സ്പൂൺ. വലിയ സ്പൂണാണെങ്കിൽ പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പറഞ്ഞാൽ ഒരു ഹാഫ് ക്യാരറ്റ്, ഹാഫ് ഓണിയൻ, സോൾട്ട്, പിന്നെ കുറച്ച് മൊസറല്ല ചീസ്. അത് മിക്സ് ചെയ്യാം. ഇതെല്ലാം നമുക്കൊന്നിലേക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ക്യാരറ്റ്, മൊസറല്ല ചീസ് ആൻഡ് ബട്ട് ഞാൻ അതെടുത്ത് കളഞ്ഞിന് ഗൈസ്. അത് ഭയങ്കര കട്ടയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ലെവലിലാണ് നിൽക്കുന്നത് ഗൈസ്. അതുകൊണ്ട് ഞാൻ അതെടുത്ത് കളഞ്ഞു. പിന്നെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.